LDF-നൊപ്പം നിൽക്കുന്ന മനസ്സ് ചാലക്കുടിക്കുണ്ടെന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ്. അതോടൊപ്പം LDF-ന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കൂടി ചേരുമ്പോൾ വിജയിക്കാൻ കഴിയും. മണ്ഡലത്തിൽ 2020-ക്ക് അവരുടേതായ സ്വാധീനമുണ്ടാകാം, പക്ഷേ അത് LDF-നെ ബാധിക്കില്ലെന്നും സി രവീന്ദ്രനാഥ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആദ്യം തന്നെ പ്രചാരണത്തിന് ഇറങ്ങേണ്ട ഒരു മേൽക്കൈ ലഭിച്ചിട്ടുണ്ടല്ലോ, അത് പരമാവധി ഉപയോഗപ്പെടുത്താനോ ആദ്യ റൗണ്ടിലെ ശ്രമം? തീർച്ചയായിട്ടും അതെ. പൊതുവിൽ ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷം തന്നെ LDF-ന് അനുകൂലമാണ് കയറാനുള്ള ആത്മവിശ്വാസമുണ്ട്. പ്ലസ് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യം പ്രചരണം തുടങ്ങാൻ കഴിഞ്ഞു. നല്ല ഒരു റിഫ്ലക്സ് ആണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസം. 3 തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് വിജയം ആവർത്തിക്കാനുള്ള അവസരമാണ്. അതും വ്യത്യസ്തമായിട്ട് ലോക്സഭയാണ് ഇപ്രാവശ്യം. തീർച്ചയായിട്ടും വെല്ലുവിളിയാണോ അത്? ലോക്സഭ എന്ന് പറയുമ്പോൾ വെല്ലുവിളിയാണ് എല്ലാ തെരഞ്ഞെടുപ്പും. പക്ഷേ അത് LDF വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അഖിലേന്ത്യാ രാഷ്ട്രീയം അതെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ അതെ. ഇടതുപക്ഷത്തിന് മാത്രമേ പല മേഖലകളിലും ജനങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നുള്ളൂ. അവരുടെ അനുഭവമാണ് അത്. ബെന്നി ബെഹനാനായിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്. കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിലെ MP-ക്കെതിരെ ജനവികാരമുണ്ടോ അതോ എന്താണ്? അല്ല, അത് UDF-നെതിരെയുള്ള വികാരമുണ്ടല്ലോ. പൊതുവെ കോൺഗ്രസിനെതിരായിട്ടും UDF-നെതിരായിട്ടും MP എന്ന രീതിയിലും UDF എന്ന രീതിയിലും കോൺഗ്രസ് എന്ന രീതിയിലും എടുക്കുന്ന വർഗീയതയോടുള്ള സമീപനവും സാമ്പത്തിക നയത്തുള്ള സമീപനവും ഇതെല്ലാം വെച്ച് മൊത്തമായിട്ടുള്ള ഇലക്ഷനിലെ എല്ലാ കാര്യങ്ങളും കൂടിയാണ്. 2020-ക്ക് സ്വാധീനമുള്ള മേഖലയാണ് കിഴക്കമ്പലം പോലുള്ള പഞ്ചായത്തുകൾ. അതിനെങ്ങനെ കാണുന്നു? അവർക്ക് അവരുടേതായ സ്വാധീനം ഉണ്ടാകുമായിരിക്കും. പക്ഷേ അത് ഇലക്ഷനിൽ LDF-ന് ഒരു പ്രശ്നമായിട്ട് വരുന്നതായിട്ട് കാണുന്നില്ല. അതൊക്കെ LDF-ൻ്റെ വിജയത്തിന് ഒരിക്കലും ഒരു തടസ്സമാവില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ആദ്യ റൗണ്ടിൽ തന്നെ. അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വേഗത്തിൽ ഉണ്ടായി. അതിൻ്റെ ഒരു നേട്ടം കൊയ്യാനുള്ള ശ്രമത്തിലാണ് CPM സ്ഥാനാർത്ഥിയായ സി രവീന്ദ്രനാഥ്. അനീഷ് തോട്ടക്കാടിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.